കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. എല്ലാം വാരി വരച്ചിട്ടേക്കുന്ന നോക്കിയേ. ഇതൊക്കെ ഇവൾക്കൊന്ന് സൂക്ഷിച്ചു വെച്ചൂടെ? രമേശേട്ടൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് തീയില്ലാതെ എന്തായാലും പുക കാണും. എന്റെ ദൈവമേ, അമ്മേ, ഞാനിവിടെ ഉണ്ട്. അമ്മേ, എന്താ ഇതാരും നോക്കിയമ്മേ? ഇത് നോക്കിയേ. ഇവളുടെ മുറിന്ന് കിട്ടിയതാ. അപ്പൊ അതാണ് കാര്യം. അമ്മയ്ക്ക് മനസ്സിലായില്ലേ അവള് കല്യാണത്തിന് മുടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന്? നമ്മള് കണ്ടുവച്ച ചെറുക്കനെയല്ല അവൾക്ക് വേണ്ടത്, ഈ ഫോട്ടോയിലെ കോന്തനെയാ. ഏതാടി ഇവൻ? അത് അവൾക്കല്ലേ അറിയൂ. കല്യാണത്തീയതി നിശ്ചയിച്ച് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടും ഇങ്ങനത്തെ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പോ സംശയം എന്താ? അപകട. ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോളെ? നമ്മളല്ലമ്മേ എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇത് നമ്മൾ പെണ്ണുങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഫോട്ടോ നമുക്ക് അച്ഛനെ കാണിക്കാം. അച്ഛൻ ആലോചിച്ച് വേണ്ടത് ചെയ്യട്ടെ. എന്നാലും ഈ അവസരത്തിൽ ഇപ്പോഴങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. അച്ഛൻ തന്നെ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് അറിയിച്ചില്ലാന്ന്. അതുകൊണ്ട് ഫോട്ടോ അച്ഛൻ കാണണം.
ചേരേണ്ടത് തമ്മിലേ ചേരാവൂ എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് 100% സത്യവാരരെ. ഏച്ചു കെട്ടിയ മുഴച്ചിരിക്കുമെന്ന് പറയുന്നത് അതിലും വലിയ വാസ്തവമാണ്. ഇപ്പോഴീ പഴഞ്ചൊല്ലും പ്രമാണവും ഒക്കെ മാഷ് പറയുന്നത് ഗീതയുടെ കല്യാണം ഓർത്തിട്ടാ. അതൊരു അബദ്ധ കല്യാണമായിപ്പോയി. അവളും രമേശും തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയാലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ കല്യാണം ആലോചിച്ചത്. അത് വേണ്ടായിരുന്നു. രമേശിന്റെ സ്നേഹം വെറും തൊലിപ്പുറത്ത് മാത്രമേ ഉള്ളൂ. ഗീതയുടെ സൗന്ദര്യമാണ് അവനെ ആകർഷിച്ചത്. അവൻ്റെ അച്ഛനായിട്ട് നോട്ടമിട്ടത് സാമ്പത്തികത്തിൽ. ബാഹുലയെ നോക്കിയപ്പോൾ കുഴപ്പമില്ലാതെ വല്ലതും കിട്ടും. എന്നാ പിന്നെ കല്യാണം നടക്കട്ടെ. ആ വൃത്തികെട്ടവനെ പറ്റി പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഗീത അവിടെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ മാഷെ? ഉണ്ടെങ്കിൽ അവളെല്ലാം തുറന്നു പറയൂ. അവളായിട്ട് പരിധി വെച്ച് വിനിയല്ലേ. എന്തായാലും ഞാനൊരു തീരുമാനമെടുക്കും. ഏത് വിധേനയും അവളുടെ സ്ത്രീധന പണം കൊടുക്കണം. ഞാൻ ഏറ്റതാ. ആ ബാധ്യത തീർത്തല്ലേ പറ്റൂ. അതുകൊണ്ട് അച്ഛനും മോനും തൃപ്തിയാകുമെങ്കിൽ അങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിക്ക് സമാധാനം കിട്ടട്ടെ. ബാഹുലേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മാഷെ. നല്ല അന്തസ്സുള്ള എത്രയോ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇത് ജോലിയുടേതല്ല, ജന്മഗുണം. അയാളുടെ തരികിട പരിപാടിക്ക് മറയായിട്ട് യൂണിഫോം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മുടെ രമേശനെ നോക്കിയാ പോരെ? രമേശൻ ഗീതയെ തള്ളി പറയൂ. അല്ലെങ്കിൽ പിന്നെ ബാഹുലേന്റെ വാക്ക് കേട്ട് അവൻ അവളെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് പോകുമോ? നന്ദയുടെ തനി സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. അതിലും ദുഷിച്ച വർഗ അവന്റെ അമ്മ. ചുരുക്കത്തിലൊരു ഭ്രാന്താലയത്തിലാണ് എൻ്റെ മോളിൽ ചെന്ന് കയറിയത്. എന്ന് സ്ത്രീധനത്തുക കൊടുക്കുന്നോ അതുവരെ ഗീതയ്ക്ക് അവിടെ മനസ്സമാധാനം കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഗംഗയുടെ കല്യാണം നടക്കണ്ടേ? അതിന് വേറെ വല്ല വഴിയുണ്ടോ? മാഷാണെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു അധികപ്പറ്റി കാണിക്കുകയും ചെയ്തു. ബാങ്കിൽ കിടന്ന 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് കൃഷ്ണയ്ക്ക് സമ്മാനിച്ചു. കടമയാണ്, കർത്തവ്യമാണ് എന്നൊക്കെ പറയുമായിരിക്കും. എന്നാലും അനവസരത്തിലായിപ്പോയി മാഷെ. വേറെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ വേണ്ടില്ല. അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വരരെ കൊടുത്തത് കൊടുത്തു. അപ്പൊ അപാകതയുണ്ടെന്ന് മാഷ് സമ്മതിക്കുന്നു. നന്ദന്റെ വീട്ടുകാർ പൊന്നോ പണമോ പ്രോപ്പർട്ടിയോ ഒന്നും ചോദിക്കാത്ത സ്ഥിതിക്ക് ഗംഗയുടെ വിവാഹം ഭംഗിയായി നടത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ അതിന്റെ കുറച്ചിൽ നമുക്കല്ല, ഗംഗയ്ക്കാ. അതുകൊണ്ട് കല്യാണം കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം ഗീതയ്ക്ക് കൊടുക്കാനുള്ള തുകയുടെ കാര്യം. അതുവരെ ആ ബാഹുലേൻ ക്ഷമിക്കില്ല. കുറുക്കൻ. ഗംഗയുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇങ്ങനെ ഞാൻ നേരെ നിൽക്കില്ല എന്ന് അയാൾക്കറിയാം. ഗീതയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പണവും ഇളയവൾക്ക് വേണ്ടി ഞാൻ ചെലവാക്കുമോ എന്നാണ് അയാൾക്ക് ഭയം. ബാങ്കിൽ ആ പണമില്ലാന്ന് അയാൾക്കറിയില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ മാഷ് ഉദ്ദേശിക്കുന്നത്? കഴിയുന്നതും വേഗം ഗീതയുടെ പണം കൊടുക്കണം. 5 ലക്ഷം രൂപയോ? പക്ഷെ എങ്ങനെ? അതിനുള്ള മാർഗം എന്താ? ഇല്ല, മാർഗം ഉണ്ടാക്കണം. വീടും വസ്തുവും പണയപ്പെടുത്തണം. മാഷേ, വേറെ നിവൃത്തിയില്ല. അതിന് ശാരദാമ്മ സമ്മതിക്കുമെന്ന് കരുതുന്നുണ്ടോ? ശാരദ അറിയില്ല, അറിയരുത്. ഞാനത് തീരുമാനിച്ചു. അവസാനത്തെ ആശ്രയമാണെന്ന് ഓർക്കണം ആ കിടപ്പാടം. പണയപ്പെടുത്താൻ എളുപ്പമാ, പക്ഷെ തിരിച്ചെടുക്കണ്ടേ? വായ്പ അടയ്ക്കണ്ടേ? എങ്ങനെ? അറിയില്ല എനിക്ക്. അതൊന്നും ആലോചിക്കുന്നില്ല ഞാൻ. എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ പ്രതിസന്ധി തരണം ചെയ്യണം. അതിനിതേ ഉള്ളൂ വഴി. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. 5 ലക്ഷം രൂപ എനിക്ക് ആ കടം വീട്ടണം. വീടെങ്കിൽ വീട്, വസ്തുവെങ്കിൽ വസ്തു. പോയിട്ടെന്തായി? രമേശിനെ കണ്ടോ? ഇല്ല. അവരുടെ വീട്ടിലേക്കല്ലേ പോയത്? അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയത്, പക്ഷെ പോകേണ്ടി വന്നില്ല. വഴിക്ക് വെച്ച് രമേശിന്റെ അച്ഛനെ കണ്ടു. പോലീസുകാരനെയോ? രമേശിന് പിന്നെ വേറെ അച്ഛനുണ്ട്. പോയതും കണ്ടതും അബദ്ധമായി ഇപ്പൊ തോന്നുന്നു. അത്ര വലിയ പെരുമാറ്റമായിരുന്നു അയാളുടെ. അയാളോട് നമ്മുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. ഇങ്ങോട്ട് ബാഹുലേയൻ അയാളുടെ കാര്യങ്ങളും പറഞ്ഞു. എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി.
വല്ലാത്ത മാനക്കേടായി പോയല്ലോ. ഗതികേട് അല്ലാതെ എന്ത് പറയാ. മാഷിനോട് ഇങ്ങനെയാണെങ്കിൽ അയാൾ ഗീതയോട് എങ്ങനെയായിരിക്കും പെരുമാറുക? ഓ, അവള് കണ്ടുപിടിച്ചോണ്ട് വന്ന ഒരു ബന്ധം നടത്തി കൊടുത്തത് നമ്മളല്ലേ. അവൾ ഇനി ഇവിടെ നിന്നോട്ടെ, കുറെ കഴിയുമ്പോ അവര് വരും വിളിക്കാൻ. വരില്ല. രമേശൻ വിചാരിച്ചാലും ബാഹുലയം വിടില്ല. പണം റെഡിയാണെന്നറിഞ്ഞ ആ നിമിഷം എവിടെ എത്തിച്ചു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? കൊടുക്കാനുള്ള 5 ലക്ഷം കൊടുക്കണം. പക്ഷെ എവിടുന്ന്? ആ, ഒക്കെ ശരിയാവും. കടമായി കൊടുത്ത 5 ലക്ഷം രൂപ ഞാൻ ആ സാറിനോട് മടക്കി ചോദിച്ചിട്ടാ വരുന്നത്. അതുടനെ കിട്ടും. കിട്ടുമോ? ഗംഗയുടെ കല്യാണത്തിന് മുമ്പ് തരാന്ന് പറഞ്ഞു. കിട്ടിയ ഉടനെ രമേശനെ വിളിച്ച് കയ്യിലേൽപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് മതി അവളുടെ കല്യാണം. എന്താ നിനക്കൊരു ആലോചന? ഒരു കാര്യമുണ്ട്. പറയടോ. പറയാനുള്ളതല്ല, കണ്ടറിയാനുള്ള കാര്യ. വന്നാട്ടെ. ഫോട്ടോയോ? ഇതാരുടെയാ? തുറന്നു നോക്ക്. ഇതെന്താ ശാരദേ? ഞാനും അത് തന്നെയാ ചോദിക്കുന്നത്. അവളുടെ മുറിയടിച്ച് വാരിയപ്പോ എന്റെ കയ്യിൽ കിട്ടിയതാ. എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇവളിതെന്ത് ഭാവിച്ച അച്ഛാ? സെപ്റ്റംബർ 23 കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ? എന്തോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ വഴിക്ക് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടത്തുമ്പോ അവള് മറ്റെന്തോ പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നാണക്കേട് ഉണ്ടാക്കി വെച്ചാ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നമ്മളെ കൂട്ടക്കൊല ചെയ്യാൻ അവളുടെ ഉദ്ദേശം. എന്നാൽ ഈ പെണ്ണിന് ഇതെന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അഹങ്കാരം, അല്ലാതെ ഒന്നും പറ്റിയില്ല. ടൗണിൽ പഠിക്കാൻ വിട്ടതാ എല്ലാ കുഴപ്പത്തിനും കാരണം. അതിന്റെ കൂടെ ഹോസ്റ്റലിൽ താമസം. വീട്ടുകാരുടെ കൺപെട്ടതല്ലോ, പിന്നെ എന്തു ആകാം. എന്താ ഇപ്പൊ ചെയ്യേണ്ട അച്ഛാ? ഞാൻ പറയാം. പെരക്കകത്തിട്ട് പൂട്ടണം അധിക പ്രസംഗിയെ. കല്യാണത്തിന് അന്ന് വരെ അവിടെ കിടക്കട്ടെ. സർക്കിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരട്ടെ. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയ്ക്കായോ? സ്വർണം എടുക്കാനും തുണി എടുക്കാനും അവള് വരണ്ട. നിങ്ങൾ രണ്ടും കൂടെ പോയാ മതി. അപ്പുറത്തെ ഉമയെ കൂടി കൂട്ടിക്കോ. ഞാൻ അവക്കിവിടെ കാവലിരുന്നോളാം. എന്തു വിചാരിച്ചവള് കല്യാണ പെണ്ണാണെന്നൊന്നും കൂട്ടാക്കില്ല. ഒടിച്ച് പുറം പൊളിക്കും ഞാൻ. അതൊന്നും ബുദ്ധിയല്ല ശാരദേ. പിന്നെ എന്ത് ചെയ്യാൻ അച്ഛാ? അവളുടെ ഇഷ്ടത്തിന് വിടാനോ? അമ്മ പറഞ്ഞതുപോലെ മുറിയിൽ അടച്ചിടുന്നത് തന്നെയാ നല്ലത്. മുറിക്കുള്ളിൽ വെച്ച് അവള് വല്ല അവിവേകം കാണിച്ചാലോ? അതിനും മടിക്കില്ല എന്തോ ഉറപ്പ്. വളരെ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം. ആലോചിച്ചോണ്ടിരിക്കാൻ ഇനി സമയമുണ്ടോ? കല്യാണത്തിന് ഇനി എത്ര നാളുണ്ടെന്നാ? അറിയാം. തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തെക്കുറിച്ച് ഗംഗയോടൊന്നും സംസാരിക്കണ്ട. സാവകാശത്തിൽ ഞാൻ സംസാരിക്കാം. പരിഹാരം ഉണ്ടാക്കിത്തരാം. അറിയാലോ ഗംഗയുടെ സ്വഭാവം. നയം കൊണ്ടേ രക്ഷയുള്ളൂ. ഞാൻ ഇടപെടാം.
യാത്ര? വെറുതെ. കല്യാണ തീയതി നിശ്ചയിച്ചിട്ട് കല്യാണ പെണ്ണിങ്ങനെ വെറുതെ ഇറങ്ങി നടക്കാൻ പാടില്ല. ഞാൻ കല്യാണ തീയതി നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ നടക്കാൻ പോകുന്ന നിന്റെ കല്യാണോ? കണ്ടറിയണം. ദേ, ഇനി എങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇപ്പോ ഗിരിയെ കാണാൻ പോയത് തന്നെ തെറ്റ്. ഞാൻ ഗിരിയെ കാണാനാണ് പോയതെന്ന് ആര് പറഞ്ഞു? നിന്റെ മുഖം പറഞ്ഞു. കാണുന്നതിൽ തെറ്റില്ല. അത് യാത്ര പറഞ്ഞ് എന്നേക്കുമായി പിരിയാനാണെങ്കിൽ മാത്രം. യാത്ര പറഞ്ഞ് പിരിയേണ്ട ഒരാൾ ഞാനും ഗിരിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അടുത്തേക്ക് വന്നു. അതാരാ? നന്ദഗോപൻ. സത്യം? എന്നിട്ട് നന്ദൻ സാർ ഗിരിയെ കണ്ടോ? കണ്ടു എന്ന് മാത്രമല്ല, ഞാൻ ഗിരിയെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അവര് തമ്മിൽ സംസാരിച്ചു. എന്നിട്ടെന്താ, പാവം ഗിരിയെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടാ പോയത്. ഈശ്വര, നന്ദ സാറിന് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? എന്റെ ഭാഗ്യദോഷം കാരണം അതിനിടെ ഉണ്ടായില്ല. ആ മനുഷ്യൻ എന്തെങ്കിലും സംശയം സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുമായിരുന്നു. നേരത്തെ സത്യം അറിയുന്നതാ അയാൾക്കും നല്ലത്. പിന്നീടുണ്ടാവുന്ന വലിയ ഷോക്ക് ഒഴിവാക്കാലോ. നീ എന്തൊക്കെ ഭ്രാന്തായി പറയുന്നേ? ഉമയോട് ഞാൻ ഇനി എന്ത് വിശദീകരിക്കാനാ? നിനക്ക് പക്ഷേ എന്നെ ഒന്ന് സഹായിക്കാം. എന്റെ മനസ്സിൽ ഗിരിയാണുള്ളതെന്നും നാളെ എന്റെ ജീവിതത്തിലും ഗിരിയായിരിക്കുമെന്നും നന്ദഗോപനോട് നിനക്ക് വെളിപ്പെടുത്താം. വാര്യങ്ങളുടെ സഹപ്രവർത്തകനല്ലേ അയാൾ. എന്താ, നിനക്ക് പറ്റുമോ? നീ എന്നെ പരിഹസിക്കണോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വയ്യ അല്ലേ? എങ്കിൽ ഇനി ഇക്കാര്യത്തിൽ ഉപദേശങ്ങളൊന്നും വേണ്ട. ഞാൻ എന്റെ വഴിയെ പോയിക്കോളാം. ഇങ്ങോട്ട് വരട്ടവള്, ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മേ, ഇപ്പൊ ഒന്നും നീ ചോദിക്കണ്ട. ഒന്ന് വിട്ടേ. അയ്യോ വേണ്ടാന്ന് അച്ഛൻ വന്നിട്ട് ചോദിക്കും. വാ വന്നേ അമ്മേ. മോഡൽ ലിസ്റ്റ് തയ്യാറാക്കുക. ലിസ്റ്റോ? എന്തിന്? നിനക്ക് ക്ഷണിക്കാനുള്ളവരുണ്ടാവില്ലേ? കൂട്ടുകാര്, മുമ്പ് കൂടെ പഠിച്ചവര്, സാറന്മാര്, അങ്ങനെ കല്യാണത്തിന് വിളിക്കേണ്ട പലരും ഉണ്ടാവുമല്ലോ. ലിസ്റ്റ് ഇട്ട് എഴുതി വെച്ചില്ലെങ്കിൽ പലരും വിട്ടുപോകും. പിന്നെ അത് പരാതിയാവും. കല്യാണക്കുറി മിക്കവാറും നാളെ അടിച്ചു കിട്ടും. മറ്റന്നാൾ മുതൽ ആളെ ക്ഷണിക്കാൻ തുടങ്ങണം. പറയുമ്പോൾ നിസ്സാരാണെങ്കിലും മെനക്കെട്ട പരിപാടിയായി കല്യാണം വിളിക്കൽ. നേരിട്ട് പോയി ക്ഷണിച്ചില്ലെങ്കിൽ പലരും പടങ്ങും. ചിലയിടത്ത് മോളും കൂടി വരണം. ദിവസങ്ങൾ ഓടിയങ്ങ് പോവും. ഇതാന്ന് പറയുമ്പോഴേക്കും 23-ാം തീയതി എത്തും. ഞാനീ പറയുന്നതൊക്കെ മോള് കേൾക്കുന്നുണ്ടോ? അഭിപ്രായമൊന്നും പറയുന്നില്ല. എനിക്കൊരു തലവേദന. മരുന്നെന്തെങ്കിലും കഴിക്കേ? സാരമില്ല, തനിയെ മാറിക്കോളൂ. മോളുടെ എന്തെങ്കിലും സാധനം കളഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ഓർത്തു നോക്കി. സൂക്ഷിച്ചു വെച്ച സാധനം എന്തെങ്കിലും കാണാനുണ്ടോന്ന്? ഇല്ല അച്ഛാ. എന്നാ എന്റെ കയ്യിലൊരു സംഗതി കിട്ടിയിട്ടുണ്ട്. ഇത് മോളുടെ ആണോ?
ആരാ ഇത്? ഗംഗയോടെ ചോദിച്ചത് ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ ആരാണെന്ന്. ഗിരി. നിങ്ങൾ തമ്മിലുള്ള ബന്ധം